ശ്രീ ജോസഫ് സി മാത്യു, നേരത്തെ ശ്രീ എം ജയചന്ദ്രൻ ചോദിച്ചൊരു കാര്യമുണ്ട്. അദ്ദേഹം ചോദിച്ചത് ആ നിലയ്ക്കല്ല എന്നിരുന്നാൽ പോലും ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് ഇക്കണ്ട നിയമ പ്രശ്നങ്ങളും വലിയ രാഷ്ട്രീയ വിവാദങ്ങളും ഉണ്ടാകുമ്പോൾ അതിനിടയിൽ നാളെ ഇപ്പോൾ പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയുന്നത് ഈ വിഷയങ്ങൾ വിശദീകരിക്കുവാൻ വേണ്ടി. അതിനിടയിൽ 2023 ലേക്കർ ഇന്ത്യ കോർപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനി രൂപീകരണം നടത്തുക, അതിന്റെ പേരിൽ ഈ പറയുന്ന പോലെ 10 ലക്ഷം രൂപ നിക്ഷേപിക്കുക, അതിലൂടെ എന്തെങ്കിലും പുതിയ സാമ്പത്തിക രാഷ്ട്രീയ ലക്ഷ്യം സാമ്പത്തിക ലക്ഷ്യം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ദുരൂഹമാണ് എന്ന് ആരോപിക്കുന്നതിലൊരു ഒരു കോമൺ സെൻസിന്റെ ഇഷ്യൂ ഇല്ലേ? ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനിടയിൽ പുതിയൊരു കമ്പനിയുമായി ബന്ധപ്പെട്ടും മറ്റെന്തെങ്കിലും ഒരു വെളുപ്പിക്കൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ദുരൂഹ ഇടപെടലിലേക്ക് കടന്നു പോകുമോ? മാധു, ഇത് എക്സാലോജിക്കിന്റെയോ ലേക്കർ ഇന്ത്യയുടെയോ ഒന്നും ഒരു വിഷയമല്ല. നമ്മൾ ആ പേരുകളിൽ കടന്ന് തത്തിക്കളിക്കുകയാണ്. അതായത് പുതിയ ഈ ഷെൽ കമ്പനികൾ എന്ന് പറയുന്നത് തന്നെ എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞതുപോലെ ഷെൽ കമ്പനികൾ എന്ന് പറയുന്നത് ഒരു നോട്ട് നിരോധനത്തിന്റെ ഒന്നും പശ്ചാത്തലത്തിലൊന്നും വന്നത് മാത്രമല്ല. നമ്മളിവിടെ വളന്തക്കാട് ശോഭ സിറ്റിയുമായി ബന്ധപ്പെട്ട് വന്ന സമയത്ത് തിരുവനന്തപുരത്ത് എറണാകുളം ROC അവിടെ ഫാരിസിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഓരോ കമ്പനികൾ രജിസ്റ്റർ ചെയ്ത് ലാൻഡ് സീലിംഗിനെ മറികടക്കാൻ നടത്തുന്നതിനെ കുറിച്ച് ഷെൽ കമ്പനികളെ കുറിച്ച് നോട്ട് മന്ത്രാലയത്തിന് കൊടുത്തതാണ്. അന്ന് നമ്മളത് ചർച്ച ചെയ്താണ്. അപ്പൊ ഞാൻ പറയുന്നത് ഇത് നേരത്തെ മുതലേ ഉള്ളതാണ്. ഈ പൈസ കയ്യിൽ വെച്ചിരിക്കുന്നവർക്ക് ഇത് വെളുപ്പിക്കുക. ലോണ്ടറിങ് എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ അതാണല്ലോ. ലോണ്ടറിങ് വെളുപ്പിച്ചെടുക്കുക. അപ്പൊ ഇത് നമ്മൾ ബാങ്കിൽ പോയാൽ ടാക്സ് അടച്ചാൽ ഇതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞാല് ബാങ്കിൽ പോവുകയും ടാക്സ് അടയ്ക്കുകയും ചെയ്യുന്നവരാണ് ഇതിന്റെ സോഴ്സ് വെളുപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് മണി ലോണ്ടറിങ്ങിന്റെ യഥാർത്ഥ നിർവചനത്തിൽ പെടുന്ന ഒരു കാര്യം. അപ്പൊ നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ മാധു ചോദിച്ച ഒരു കാര്യമുണ്ട്. 185 കോടിയോളം രൂപയുടെ അഴിമതി, അത് സംബന്ധിച്ച് വന്ന വിവരങ്ങൾ, അതിൽ ഈ 2.78 കോടിയുടെ പുറകെ തൂങ്ങുന്നതിന്റെ കാര്യം എന്താണ്? അതേപോലെ ചോദിച്ച വേറെ ഒരു കാര്യമുണ്ട്. ഇപ്പം വീണയുടെ കയ്യിൽ നിന്ന് ഹാൻഡ് റിട്ടേൺ അക്കൗണ്ട്സ് കൊണ്ടുവന്നു, അതിനെന്ത് നിയമസാധുത? നമ്മളിതിലെ ഒരു വൈരുദ്ധ്യം നോക്കിക്കഴിഞ്ഞാല് ഒരു ഭാഗത്ത് CMRLന്റെ അക്കൗണ്ടന്റ് ആയിരുന്ന സുരേഷ് കുമാറിന്റെ വീട്ടിൽ നിന്ന് ലൂസ് ഷീറ്റ്സിൽ കണ്ടെടുക്കുന്ന കടലാസുകളിൽ എഴുതിയിരിക്കുന്ന പേരുകൾ, അതില് രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി, കുഞ്ഞാലിക്കുട്ടി, ഇബ്രാഹിം കുഞ്ഞ്, പിണറായി വിജയൻ, ഇവരെല്ലാവരും ഉണ്ട്. അവരുടെ പിറകെ പോകാതെ നമ്മൾ മറന്നു പോകരുതാത്ത കാര്യം, അതിലും പിണറായി വിജയനുണ്ട്. 2.78 കോടി മാറ്റി വെച്ചു കഴിഞ്ഞാൽ ബാക്കി ഏതാണ്ട് വരുന്ന 184 183 കോടിയുടെ സിംഹഭാഗവും ലഭിച്ചിരിക്കുന്നത് പിണറായി വിജയനാണെന്ന് ആ കടലാസിൽ പറഞ്ഞിട്ടുണ്ട്. അത് UDFന്റെ നേതാക്കൾ മാത്രമല്ല. പക്ഷെ ഈ UDFന്റെ നേതാക്കളെല്ലാം ഇങ്ങനെ അവിടെ നിന്ന് അഴിമതിപ്പണം പറ്റുന്നു എന്നുള്ളത് നാട്ടിൽ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന മിക്കവാറും പേർക്ക് അറിയായിരുന്നു. എനിക്ക് ആ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അപ്പോ പക്ഷേ ഇതിന്റെ പ്രശ്നം നിങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. ആ കടലാസിന് അതിൽ തന്നെ ഒരു നിയമസാധുതയില്ല. കൊറാബറേറ്റീവ് ആയിട്ടുള്ള എവിഡൻസ് കണ്ടെത്തണം. ഇവിടെ പക്ഷേ ഈ 2.78 സംഭവിച്ചത് ഇത് യഥാർത്ഥത്തിൽ മണി ലോണ്ടറിങ്ങിന്റെ നിർവചനത്തിൽ പെടുത്താവുന്നത് പോലെ ഈ ഒരു തുക വൈറ്റാക്കി ഒരു സ്ഥിരം വരുമാന മാർഗം മകൾക്കും കമ്പനിക്കും ഉണ്ടാകുന്ന തരത്തിൽ ഒരു സംവിധാനം അവിടെ ഉണ്ടാക്കി വെച്ചു. അതുവഴി അതിൽ തെളിവ് അവശേഷിപ്പിച്ചു. അതുകൊണ്ട് ഒരു അന്വേഷണ ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം അത് മധുരപലഹാരം കിട്ടിയതുപോലെയാണ്. അവർക്കത് ഈസി പിക്കിംഗ് ആണ്. അവരതുകൊണ്ട് അവിടെ തുടങ്ങാമെന്ന് പറഞ്ഞു. ഒരുപക്ഷെ അത് അവിടെ അവസാനിക്കുകയും ചെയ്തേക്കാം. പക്ഷെ ഇതിന് തെളിവുകൾ അവശേഷിപ്പിക്കുന്ന ഒരു അന്വേഷണം ആരംഭിക്കുന്നു. നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു അസസ്മെന്റ് ഇയറിലാണ് ഇൻകം ടാക്സ് നിൽക്കുക എന്നുള്ളത് കൊണ്ട് EDയോ CBIയോ അങ്ങനെ അഴിമതിയോ മണി ലോണ്ടറിങ്ങോ അന്വേഷിക്കുന്നവർ ഒരു കാലം ഇത് കഴിഞ്ഞ ടേമിലെ ക്വസ്റ്റ്യൻ ഇപ്പൊ ചോദിക്കരുതെന്ന് പറയുന്നതിലൊന്നും ഒരർത്ഥവുമില്ല. അവരുടെ മുന്നിൽ ചെന്നിട്ട് അവർ തന്നെ തന്നിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ പറയുന്നത് എന്താണ്? CMRLന് പുറത്തേക്ക് എല്ലാ വരുമാന സ്രോതസ്സുകൾക്കും അപ്പുറത്ത് ധനസമ്പാദനം നടത്തിയതായി ഞങ്ങൾക്ക് തെളിവ് ലഭിച്ചിരിക്കുന്നു. എങ്ങനെ ഈ കടലാസുകളുടെ അടിസ്ഥാനത്തിൽ തെളിവ് ലഭിച്ചു എന്നല്ല അവർ പറയുന്നത്. അന്നത്തെ വാർത്താക്കുറിപ്പിൽ ഇത് പറഞ്ഞില്ല. കടലാസുകളും ഇലക്ട്രോണിക് രേഖകളും സീസ് ചെയ്തു എന്നേ പറഞ്ഞുള്ളൂ. പക്ഷെ ആ കടലാസുകളിൽ പറഞ്ഞിരിക്കുന്ന സിം കാർഡിന്റെ ഫോട്ടോ എടുത്തു വെച്ച ആളിനെ ഉൾപ്പെടെ ആ അക്കൗണ്ടുകളിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തികളുടെ വീട്ടിൽ ഞങ്ങൾ റെയ്ഡ് നടത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ പത്രക്കുറിപ്പ് വരുന്നത്. അപ്പോൾ ആൾക്കാർ ചോദിക്കുകയാണ് 27-ാം തീയതി റെയ്ഡിനെ കുറിച്ച് എന്തിനാ ഇപ്പോഴത്തെ പത്രക്കുറിപ്പിൽ പറയുന്നതെന്ന് ചോദിച്ചാൽ അതിനെന്ത് പറയാനാണ്? 27-ാം തീയതി പിടിച്ചെടുത്ത രേഖകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവിടെ നിന്ന് കിട്ടിയ ലീഡിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ റെയ്ഡ് നടത്തുകയും അതിൽ നിന്ന് ഈ ഹവാല കടത്തിനെ കുറിച്ചും 20.5 കോടിയെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ലഭിച്ചു എന്ന് പറയുകയാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇതിന് ദുബായിൽ അന്വേഷിക്കണം. ദുബായിൽ മാത്രം അന്വേഷിച്ചാൽ പോരാ.
അബുദാബിയിൽ അന്വേഷിക്കണം, അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ അന്വേഷിക്കേണ്ടി വരും. ഈ വഴികൾ മുഴുവൻ, അതായത് ഇവരുടെ ആദ്യത്തെ ജീവിത പങ്കാളിയായിരുന്ന, ഇപ്പോഴും സാമ്പത്തിക പങ്കാളിയായിരിക്കുന്ന വ്യക്തിയെക്കുറിച്ചും അന്വേഷിക്കേണ്ടി വരും. അദ്ദേഹത്തിന്റെ വരുമാന സ്രോതസ്സുകളെ കുറിച്ച് അന്വേഷിക്കേണ്ടി വരും. അദ്ദേഹം ഇപ്പോഴും ഇവിടുത്തെ പല ധനാട്യന്മാരായിട്ടുള്ള ആൾക്കാരുമായിട്ട് കമ്പനി സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ അന്വേഷിക്കേണ്ടി വരും. അപ്പൊ ഇത് ഞാൻ പറയുന്നത് നീണ്ട ഒരു അന്വേഷണ പരമ്പരയാണ്. എവിടം വരെ ഇവർ പോകും എന്ന് നമുക്കറിയില്ല. ഈ ഏജൻസികൾ പോകുമെന്ന് നമുക്കറിയില്ല. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ അനുസരിച്ച് അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം ഇതിന്റെ ഒന്നും സ്രോതസ് എന്ന് പറയുന്നത് വീണയല്ല. വീണയ്ക്ക് ഇതിനൊന്നും ബ്രൈബ് കിട്ടാനുള്ള ഒരു തസ്തികയിലല്ല അവരിരുന്നതെന്ന് നമുക്കറിയാം. അപ്പൊ നേരത്തെ ഇവിടെ മാധു ചോദിച്ച വേറൊരു ചോദ്യമുണ്ട്, ശൈലജ ടീച്ചറിൽ നിന്ന് ഇത് മാറിയോ വകുപ്പ് നിൽക്കൽ. ഞാൻ അതിനെക്കുറിച്ച് പറയാതിരുന്ന കാര്യം അത് അപ്രസക്തമാണ്. അത് എവിടെ ഇരുന്നാലും അവിടെ ഇടപെടാവുന്ന ഒരു തസ്തികയിലാണ് പിണറായി വിജയൻ ഇരുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ ഇപ്പൊ നമ്മൾ ചിറ്റപ്പൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ EPA ഒക്കെ കളിയാക്കിയിട്ടുണ്ട്. കൊച്ചപ്പൻ ഇവിടെ ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ ഭാര്യ, സഹോദരി, പുത്രൻ ഇവിടെ താമസിച്ച് സ്റ്റാഫിൽ അംഗമായിരുന്നുകൊണ്ട് LLB പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെ ഇതിന്റെ വാദം ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ഒന്നും എന്തെങ്കിലും പ്രത്യേകിച്ച് സംഭവിച്ചു എന്ന് പറയല്ല. ഇതാണ് നടന്നുകൊണ്ടിരുന്നത്. മാറി മാറി വന്ന ഗവൺമെന്റുകളുടെ കാലത്ത് ഇതാണ് നടന്നുകൊണ്ടിരുന്നത്. ഇതിന്റെ ആനുകൂല്യം ഇങ്ങനെ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയൂ, ഈ കൈക്കൂലിപ്പണം കൊടുത്താലേ ഇവിടെ പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇവിടെ ഉണ്ട്. അവരധികൃതരോട് അതാണ് നടന്നുകൊണ്ടിരുന്നത്. ആ വലയിൽ CPMന്റെ നേതാക്കളും പെട്ടു, CPMന്റെ PB അംഗവും പെട്ടു. ഇതിനെ ന്യായീകരിക്കലായി CPMന്റെ പ്രവൃത്തി പരിമിതപ്പെട്ടു എന്നുള്ളതാണ് എനിക്കുള്ള വിഷമം, എന്നെ പോലെയുള്ളവർക്കുള്ള വിഷമം. ഡിബേറ്റ് വിത്ത് മാധു സജി.